രാത്രി ഫുള്ള് ഉഗ്ര മഴയാണ്, പക്ഷെ നിർത്തി പെയ്യുകയാണെന്നുള്ളതേ ഉള്ളൂ. അതാണ് വീടല്ലേ. അമ്പലത്തിൽ എണീറ്റിട്ടില്ല, സ്കൂളിൽ പോണ്ടേ. ശമ്പൂട്ടാ, ശാംഭവിയേ, അലക്സ, LED ഓൺ. ശാംഭവാ, ശാംഭവി. സമയം 6:12. അലക്സ, LED ഓൺ. ഡാ, സ്കൂളിൽ പോണ്ടേടാ, എന്നിട്ട് വന്നേ. സ്കൂളിൽ പോണ്ടേ. സുന്ദരിക്ക് യൂണിഫോം കിട്ടി. കുഞ്ഞിന് യൂണിഫോം ഒക്കെ പുതിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി പോയടി, ചേച്ചിക്ക് ജോലി കയറണ്ടേ. ഓ, തലയങ്ങ് കടിക്കുന്നു. ആയിരുന്നോ? ഇച്ചിരി നേരം ഇരുന്നോ കേട്ടോ. അമ്മ വിളിക്കുമ്പം ഒരുങ്ങണേ. ചേച്ചി പെണ്ണോട് പറയണം ഒരുക്കാൻ. സിസ്റ്ററോട് പറയണം ഡയറി എവിടെ ഇരിപ്പുണ്ട് മോന്റെ, സ്കൂൾ ഡയറി. അതിങ്ങ് തരാൻ പറയണം. എവിടെ ഉണ്ട്? എവിടെ കൊണ്ട് കളഞ്ഞത് ഡയറി? പൂരിപ്പിക്കാനാണ്. ഡയറി എന്തേ? അതുകൊണ്ട് കളയേണ്ട ആവശ്യമുണ്ടോ? ഡയറി തരാൻ പറയണേ. ഒട്ട് എഴുതാനുള്ളതല്ലേ. ഡയറി എന്തേ? എവിടെ കൊണ്ട് കളഞ്ഞ? വേണ്ട വേണ്ട വേണ്ട, അത് കഴിച്ചിട്ട് പോന്നാ മതി. 2 ചപ്പാത്തി ഉണ്ട്, 2 ചപ്പാത്തി. ശാംഭവി ഇന്ന് യൂണിഫോമിലാണ് പോകുന്നത്. ഇന്നലെ രാത്രി ചേട്ടൻ യൂണിഫോം കൊണ്ട് തന്നു. 11:30-12 മണി എങ്ങാണ്ടായി പുള്ളി വിളിച്ചപ്പം. ഞാൻ രാത്രി പോയി മേടിച്ച്. പോവാം. കുളിക്കുന്നേ വന്നിട്ടേ ഉള്ളൂ. അറിയാവോ ഞങ്ങളുടെ സംസ്ഥാനത്ത് 2 ജില്ലകളിലോ ഒന്നുമില്ല. ഇവർക്ക് ഇതുള്ള ജില്ലകളിലുള്ളൂ. ഒരുമാരുവോ എല്ലാം വെച്ചിട്ടുണ്ടല്ലോ. ചെരുപ്പ് പിടിച്ചോളൂ. ചെരുപ്പും കൊണ്ടുപോകും. ആയി തന്നെ നമ്മൾ സുന്ദരിയാട്ടോ. ഒരു ഉച്ചാടി ചെറുക്കൻ. ഗൂഗിള്, നീ കുട വേണ്ടേ? എന്നാ കുട ഞാൻ പിടിക്കണോ? വലിയ കൂടെ എടുത്താലോ? ആരാണേ? ഓ, നീ കുടക്കകത്ത് കയറുകയല്ലോ. ഞാൻ എന്നാ ചെയ്യുന്നു? നിന്നെ പിടിക്കട്ടെ. നിന്നെ പിടിക്കണം, കുടയെ പിടിക്കണം. ഏയ് വയ്യ പോ. ആരുമില്ല, എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ലടി. അവരൊക്കെ എന്ത് ചെയ്യാന്ന് എനിക്കറിയോ? പൊങ്ങുന്നം പോയി തോന്നുന്നു. അവിടെ കാണാം. എഴുന്നേറ്റില്ല. ആമിയൊന്നും എഴുന്നേറ്റില്ലടി.
പയ്യപ്പോ വളവിന്. ആ സൈഡിൽ കൂടെ ഞാൻ നടക്കാവോ? ചെളിക്കകത്തോളൂ. അതാ ചെളിയല്ല തെന്നല്. എന്നായിരുന്നു അമ്മയൊന്നും കണ്ടില്ല. കാപ്പിക്ക് എന്നായിരുന്നു? ചപ്പാത്തി. അയ്യോ കറിയോ? അമ്മയ്ക്കോടുണ്ട്. വെയിറ്ററിനാണ് കറി. പിന്നെന്നാ നിന്റെ അമ്മ എന്ത്? വീട്ടിലുണ്ടോ? ബസ് വരും. മഴ കേട്ടോ. ചെള്ളയുണ്ട്. ചെള്ളയൊന്നും അല്ലടി, ഇത് വെള്ളമല്ലേ. മഴയാണേ. ആ വണ്ടിയുടെ ബസ് ഇപ്പോൾ വരും. വരും. വേറെ ഇത് നാരായണയുടെ സ്കൂളിലെ ബസ്സാണ്. അങ്ങനെ വരുന്നുണ്ട്. അത് നമ്മുടെ വണ്ടി ഞാൻ തോന്നുന്നു. നോക്കാം. അങ്ങോട്ട് മാറി നിന്നേ. അപ്പുറത്ത് ബസ് വരുവാണ്, നമുക്ക് കാണാമല്ലോ. ചുമ്മാ കരയുവാണോ? യൂണിഫോമൊക്കെ ഇട്ടിട്ട്. യൂണിഫോമൊക്കെ ഇടുന്ന പിള്ളേരാണോ കരയുന്നത്? ഇവിടെ നിൽക്കുക. ആ അവിടെ വന്നോ. അപ്പം ബസ് നമുക്ക് കാണാം. ആ വണ്ടി ഇപ്പം വരും. ഇത് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇങ്ങോട്ടോ നല്ല നിൽക്കുക. ബസ് ഇതേ വരുന്നു. നോക്ക്, അങ്ങോട്ട് നോക്ക്. ഇപ്പോൾ വരും. അങ്ങോട്ട് നോക്കി നിൽക്കുക. എവിടെയാണ് വരുന്നത്? ഇതിലേ വരുന്ന വണ്ടി. നിനക്ക് വണ്ടി ഇതിലേ വരുന്നതെന്നറിയാമോ? ഉണ്ടോ വരുന്നത്? അതിനാ കാറാണോ? അയ്യോ, നീ കാറിനാണോ പോകുന്നത്? പിന്നെ എന്നാ ബസ്സിൻ്റെ കളറ്? ആ എന്തി? ആ അതാ ചോദിച്ചു. എന്തി വന്നില്ലല്ലോ. ഈ ഒരു വിഷയമാണല്ലോ. ഓ, ഈ സമയത്ത് രാവിലെ ഒരു വണ്ടി അങ്ങോട്ട് പോകണമായിരുന്നല്ലോ. അതും അല്ലായിരുന്നു. മതിയോ? എന്നാ മതി? അവിടെയാ വരുന്നത്. അങ്ങോട്ട് നോക്ക്. ഉണ്ടോ വരുന്നേ? ആ അറിയാലോ. ആ ഇറങ്ങണ്ട. ആ കയറി നിർത്തും. വണ്ടി നിർത്തട്ടെ. ആ ആണോ? ആ
ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. എല്ലാം നന്നായിട്ട് കയറി വരുന്നുണ്ട്. ചാച്ചൻ വെളുപ്പാങ്കാലത്ത് പോയി, ശാംഭവി പോയി. ആ എന്നാ നീ രാവിലെ കുഴമ്പ് തീർക്കോ? കുഴമ്പല്ല, ഇച്ചിരി ചികിത്സയിലേക്കാണ്. മറ്റേ അസുഖത്തിന്റെ ഭാഗമായിട്ട് ചില ആദ്യത്തൊക്കെ ഉണ്ടല്ലോ. ആ കുഴമ്പല്ല, എണ്ണയാണോ? എണ്ണയല്ലേ, ഈ ആയുർവേദത്തിന്റെ ഒരു പൊടിയാണ്. ആ ആ ആ ഓ എന്നായിരിക്കും എന്നോട് ആൻറ്റി ഇല്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു എന്നോട്? ആ ആരാ അവിടെ വിളിച്ചേ? ആര്? അമലോ? ആ അവരുടെ അമ്മായിപ്പം മരിച്ചു പോയത് രാത്രി. ഓ അവളവിടെ പോയി ആ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. ഇടയ്ക്കാ ഉണ്ട്, അമ്മലുണ്ട്. നല്ലൊരു മഴ വരുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. രാവിലെ ഒന്ന് തെളിഞ്ഞായിരുന്നു, പക്ഷെ പിന്നെയും പോയി. ഇപ്പം മൂടി കെട്ടി മൊത്തം. നല്ല മൂടലാണ്. മഴയെത്തി. ഇന്നിങ്ങനെ ഇടയ്ക്ക് വെയിലൊക്കെ വരുന്നുണ്ട്. മഴയാണേലും ഇടയ്ക്ക് മഴ വരും, ഇടയ്ക്ക് വെയിൽ വരും, അങ്ങനെയൊക്കെ നിൽക്കുന്നു. വരുവാ അയ്യപ്പാ. ഒരു പാവം പിടിച്ച ബാഗാണത്. ഈ കളർ മതിയല്ലേ? നിങ്ങൾക്ക് ഈ കളറാണോ ഇഷ്ടം? ഇതുണ്ട് അതിന്റെ ഇത് ബാഗിന്റെ. എന്നിട്ട് 3 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണമെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ? സൂപ്പർ ബാഗ്. ഞാനല്ല സെലക്ട് ചെയ്തത്. ഞാനല്ലേ പറഞ്ഞു എന്താ നല്ലത്. ആ അതപ്പോ അങ്ങനെയൊക്കെ തന്നെ. ഇഷ്ടംപോലെ വള്ളിയും അതോടെ എഴുതിയിടുന്ന പൈസ ഉള്ളത്. അതിനകത്ത് ചില്ലറൊക്കെ ഇടാം. എന്താ 5 രൂപയും കൊണ്ട് തന്നെ പോ. കാർഡ് കൊടുത്താൽ കിട്ടുമോ? അങ്ങനെ അല്ലെന്ന് ആ കാർഡ് പറ്റത്തില്ലല്ലേ? പിന്നെ പാസ്സായിട്ട് കാണുമല്ലോ. നമുക്ക് ട്രാവൽ ബാഗ് മതി എന്നാണല്ലോ പറഞ്ഞത്. സ്കൂൾ ബാഗ് വേണ്ടെന്നല്ല പറഞ്ഞത്. അതുകൊണ്ടല്ലോ അത് ഇവിടുത്തെ ഒരു കയ്യേൽ ഇട്ടിട്ടുണ്ടല്ലോ. കൈ വേദന നിർത്തുന്ന 2 കയ്യേലും ഇടണം. ബാഗ് എപ്പോഴും അങ്ങനെ ഇട്ടോണ്ട് പോയാൽ മതി. അതിട്ടുണ്ട് പോകണ്ട. അതവള് മറ്റേ വല്ല മല കയറാൻ പോകുമ്പോൾ
അല്ല ബസ്സിലൊക്കെ ആണെങ്കിൽ എവിടെയും തട്ടിക്കഴിഞ്ഞാൽ പോകാതിരിക്കും. അതിലും വലിയ കൂടിയ ഇതും കൂടെ ഉണ്ട്. പിന്നെ ട്രാവൽ ബാഗ് അതെന്തിയാ ബോക്സ് കാണിച്ചേ? ക്യാമറ കൊച്ചിന്റെ അല്ലേ നിനക്ക്? ഒച്ചക്കാറ് അതെന്നാന്നറിയോ, അപ്പയ്ക്ക് ആ പഴയ ഇതൊക്കെ ഓർമ്മയായിരിക്കും മോനെ. കാർന്ന് കേൾക്കാൻ വേണ്ടി കണ്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ ഈ ടൂൾ ബോക്സ് ആണോ മറ്റേ? എടുക്കടിയവേ. ഓ അത് എടുക്കാൻ പോലും ഒന്നും ചേച്ചി കാണിച്ചേ. ഇത് റൊണാൾഡിന്റെ മറ്റേ ടൂൾസ് ഒക്കെ വെക്കുന്ന ബോക്സില്ലേ, അതുപോലെ ഉണ്ട്. ഓ ഭയങ്കര കൊള്ളാല്ലേ. തോക്കോ? ഓ തന്നെ പിരിഞ്ഞ് തിരിയുവല്ലേ ഇങ്ങനെ നോക്കുമ്പോ. എവിടെ നോക്കുന്ന അവിടെ ഇത് ചെയ്യണ്ട, മുറുക്കണ്ട. ശംഭുവെ കാണിക്കണം കേട്ടോ, ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ എത്ര സാധനം ഉണ്ട്. അത് അത്രയും പെന്നുണ്ടടി അതിനകത്ത്. പെൻസിലിന്റെ ഇത് മറ്റേ കൂട്ട് പെൻസിലാ. അതിരിപ്പുണ്ടല്ലോ അവിടെ. അതിവിടെ ഉണ്ട്. ഇതെന്നാ സാധനം? ആരാ സാധനം അത്? അത് ഇതിന്റെ പേനയാണോ അത്? അത് പെൻസിലാണത്. പെൻസിലിന്റെ മറ്റേ കയറ്റിയിടുന്നത്. വണ്ടിയിലോട്ട് വരും. നിക്കരുത്, വണ്ടിയിലോട്ട് വരും. ഓ അതിന്റെ മറ്റേ സംഭവങ്ങളാണ് അതിനകത്ത്. ഇത് സാധാരണ പെൻസിൽ, പിന്നെ ഒരു പേന. ചേട്ടാ ഇതുപോലെ ഇതിന്റെ ഫോട്ടോ എടുത്ത് നോക്കണേ. കാരണം ഇത് 2 ദിവസം കഴിയുമ്പോ ഇതിനകത്ത് ഇത്രയും സാധനം ഉണ്ടോന്ന് അറിയണം. കാണാൻ വഴി വളരെയധികം. നീ സംശയിക്കുവാണല്ലോ. അത് ആരെങ്കിലും എടുത്തോണ്ട് വരല്ലോ, ഞാൻ എടുക്കാറില്ല. അയ്യോ പിന്നെ നിന്റെ 10ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോ പഠിക്കുമ്പോ ഓരോരുത്തടുത്തോണ്ട് പോകുന്ന പോലെ +1 +2 ഒക്കെ. അപ്പൊ ഇതാണോ വേന? അത്രയും നീട്ടിയപ്പോ സമാധാനമായോ? ഇപ്പൊ മനസ്സിലായോ? 2 മന്ദബുദ്ധികള് കുടിക്കരുത്, 2 ബന്ധിപ്പുകള്. മതി മതി മതി. തിരിച്ചു കയറ്റി പൊടിയെന്ന് ഇറക്കാനറിയാമെങ്കിൽ നമുക്കുണ്ടല്ലോ. ഇത് അപ്പടെ ഇത് കൊടുക്കല്ലോ കേട്ടോ. അത് മൊത്തം വേണം മുടിപ്പിച്ച് തേച്ചെടി. അത് അവിടെ ഇരിക്കുന്ന മനുഷ്യ. എവിടെ എവിടെ? ആ ഇപ്പൊ വെച്ചത് തന്നെ. എനിക്കട്ടെ വലിയ ഇത് കളിയാ. ഇത് പേനാണ്. തെളിയുണ്ട്. തെളിയില്ല. പേനല്ലേ ഇതന്നെ. ഇത് എന്നാ നോക്കിയേ. അതോ? ആ അത് ഇതെന്നാന്ന് പറ. അതിനകത്തൊന്നുമില്ല. ഉണ്ട്. എന്നാ എടുത്ത് കൊടുത്തേക്ക് അമ്മയ്ക്ക്. ബില്ലാണോ? അതെ ഉണ്ടല്ലോ ബില്ലല്ലേ. ആ അതാ വെച്ചാൽ അതിനകത്ത് എന്താണ് ബില്ലാണെന്ന് പറഞ്ഞാ പോരെ. തിരിച്ചു വെക്കാം. നടച്ചേ ഇതെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇതിനകത്തല്ലേ എടി ഇത് ഇതേ വെക്കുന്നതായിരിക്കും ചിലപ്പോ. അല്ല ഇത് മൊന വെക്കാം. ഇത് ഏതാണ് മേടിച്ചത്? അല്ല അതിന്റെ ഇത് നോക്കിയാ മതി. അപ്പൊ അടച്ചൊക്കെ ഇതിനകത്ത് വെക്കാനുള്ളതായിരിക്കും ഒരെണ്ണം. കോമ്പസ് ഒന്നേ ഉള്ളോ? പിന്നെ 2 എടി 2 എണ്ണത്തിന് കോമ്പസിന് പകരം ഇത് തന്നേക്കുന്നത്. ഈ സാധനം ഇവിടെ പിറ്റിപ്പിച്ച് കഴിഞ്ഞാല് ഇതൊരു കോമ്പസ് മറ്റേ കോമ്പസായി മാറും. ഓ അതാണോ? അത് കോമ്പസ് എന്നല്ല അതിന്റെ പേര്. പിന്നെ ഉണ്ടോ വേറെന്തോ? ഈ സാധനം ഇങ്ങനെ കറക്റ്റിന് ഇവിടെ കൊണ്ട് വെച്ച് ഇത് മുറുക്കുവന്ന് വെച്ചോ. ഇപ്പൊ ഇത് ആ കോമ്പസായി ഉണ്ടോ? അതാണ് സംഭവം. പക്ഷെ നമ്മുടെ കോമ്പസിന് ഇതുപോലെ തന്നെ ഉണ്ടല്ലോ. മറ്റേ 2 എണ്ണത്തിൽ അത് ഒരെണ്ണത്തിലുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഇതിനകത്ത് വെക്കത്തില്ലല്ലോ. അത് ഇതിന് 2 സാധനമല്ലേ. അങ്ങനെ വെക്കത്തുള്ളല്ലേ എല്ലാ സാധനവും. ഇത് കൂട്ടുക കേട്ടോ. ഇതിടുന്നതാ. എല്ലാ സാധനവും ഇതിനകത്ത് ഇടാനുള്ള കേട്ടോ. പേന വെക്കത്തില്ല, ബാക്കിയല്ല. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അടച്ചു കൂടെ കാണിച്ചേക്ക. അടയ്ക്ക് എനിക്ക് തുറന്നിട്ട് എന്തോ പോലെ. അടച്ചിട്. ഓ അടച്ച് സെറ്റപ്പാക്ക്. ഓടിക്കോ വിട്ടുപോക്കോ. ഇവിടെ കിട്ടുമല്ലോ നിനക്ക്. ആണോ? നല്ല സ്റ്റാൻഡേർഡ് സാധനം അല്ലേ? പക്ഷെ പ്ലാസ്റ്റിക്കാന്നുള്ളൂ. അതിനകത്തൊന്നും വെക്കണമെന്നൊന്നും ഇല്ല. പിന്നെ അതും കൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ശരി, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. എപ്പോഴാ വരിക എപ്പോഴാ പോവാന്ന് അറിയത്തില്ലാത്ത മഴ. പെട്ടെന്ന് വന്ന് ഭയങ്കര ശക്തിക്ക് പെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് പോകും.
ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അത് വലിയ കരിനീലയോ. സമയം എത്രയായി? സമയം എത്രയായി? 5 മണിക്ക് പോയിട്ടുണ്ടോ? 5:15. 18. 5 പേരുണ്ടായി. പോവാ നോക്ക്. അവിടെ ചെല്ലുമ്പോ തന്നെ നേരെ പറയാം. എല്ലാവരോടും വർത്തമാനം പറഞ്ഞു അവിടെ ചെല്ലുമ്പോഴേ. എന്റെ പൊന്നു പട്ടി നീ ഒരു ചെല്ലി അതിനിടന്ന് ഷാമ്പൂടെ വണ്ടി നേരത്തെ വന്നു. ഓരോ സമയത്താണ് വരുന്നത്. പത്ത് മിനിറ്റ് അങ്ങാണോ നേരത്തെ. മറ്റേ പുള്ളിക്കാരി ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ആണോ വണ്ടി? ഞാൻ അവിടെ നിന്നപ്പോ കണ്ടു. ഞാൻ കണ്ട്. വാ വിട്ടുപോവാം. പാല് കുടിക്കണ്ടേ? പാല് കുടിക്കാം. വാ. പാല് കുടിക്കാൻ പോവാം. പാല് മേടിക്കാടി. പാല് നമുക്ക് മേടിക്കാം. വാ. ആര് എവിടെ പോയി? വീട്ടിൽ പോയോ? അതിനിടയ്ക്ക് ജയ കിടന്ന് ഫോൺ വിളിക്കുമോ? ഞാനെങ്ങനെ എടുക്കാനാ? ആ വൃത്തിയായി പനം ചെളി ചവിട്ടി തപ്പിയോ? എൻ്റെ ദേഹത്ത് മൊത്തം ചെളിയായി കേട്ടോ. ചിരിക്കാമോ അങ്ങോട്ട്? പിടിച്ച് ഞാൻ നാട്ടിലോട്ട് എടുത്തിടുവേ. ആ വെള്ളത്തിന് എടുത്തിടും. അങ്ങ് ഒഴുകി പൊക്കോളും. ചെള്ള കാണുമ്പോ അങ്ങ് ആഞ്ഞ ചവിട്ടുവാ. കണ്ടോ 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 നോക്കുക ചവിട്ടാൻ. ചെള്ളയുണ്ടോ? ചെള്ളയുണ്ട്. പാലെവിടെ? അപ്പ പാലെവിടെ? പാൽ ഞാൻ ബസ്സിൽ കയറി. അപ്പ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയോ? ഇങ്ങോട്ട് ഉണ്ടോ വിശേഷം? വീട്ടിൽ പോയതാ. വീട്ടിൽ പോയോ? സ്കൂളിൽ പോയാന്ന് പറയാ. വീട്ടിൽ പോയാ. പോയതാ മുട്ടായി. നിനക്കെന്ത് മുട്ടായി മേടിച്ചതേ ഇവിടെ? ഇങ്ങോട്ട് പാടി. മഴ പെയ്യും. പോവാ. ഇല്ല
പനി വന്നാൽ പിന്നെ അപ്പാ പാല് കുടിക്കാൻ പോവാ. അല്ല ആദ്യത്തെ ദിവസം അങ്ങോട്ട് ചെന്ന് ഞാൻ കയറിക്കോട്ടെന്ന് ചോദിച്ചു. ആ കയറിക്കോളാൻ പോയി. അങ്ങോട്ട് കയറാൻ വേണ്ടി തുടങ്ങിയ പട്ടി കിടക്കുന്നത്. അല്ലേ വേണ്ട ഞാൻ പോവാന്ന്. യൂണിഫോമൊക്കെ ആയി. അല്ല ആ സ്കൂളിൽ പോകുന്നുണ്ട്. പൊൻകുന്നത്ത്. ആ എന്നെ അറിയാവോ? ഇല്ലേ? റോസി നൈറ്റ് ഇട്ടേക്കുന്ന റോസി എന്ന് പറഞ്ഞ അത് അക്ഷരപ്പണ്ണൻ്റെ ഭാര്യ. പാല് മേടിക്കോ അടി ചെല്. അക്ഷരപ്പണ്ണൻ്റെ ഭാര്യ റെജീനാക്ക. എനിക്കിട്ട് മഴക്ക് കേൾക്കാവേ. നീ എത്ര പ്രാവശ്യം ഞെക്കുന്നേ? ഒരു പ്രാവശ്യം ഞെക്കാവുള്ളൂ. കോടിന് എന്നാ കഴിക്കും? കുടിക്കുന്നതിനാ എന്നാ കുടിക്കും? പാൽ വേണം. കൊടുത്തരാവേ. എനിക്ക് കേട്ടോ. അതിനടി വായിട്ടടയ്ക്കുന്നത് ഒന്നുമില്ലേ? ഇതകത്ത ഈ കോളകത്താണോ പുറത്താണോ? ഇല്ലേ? പഠിപ്പിച്ചു എന്നാ പഠിപ്പിച്ചു? എന്റെയോ? വിജയൻ. വിജയൻ. ഇന്നല്ലേ പഠിപ്പിച്ചെന്ന്? ആ കുറേ പഠിച്ചു. എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല. ആ ഇങ്ങോട്ട് പോരും. ഒന്നുമില്ല. മുണ്ടക്കയം എവിടെയാ? ഇവിടെ മുണ്ടക്കയം ആയി. ഇനിയിപ്പം വീട്ടിൽ പോകണം. അങ്ങനെയുണ്ട്. യൂണിഫോം സൂപ്പറാണോ? മുള്ളാനൊക്കെ പാടുണ്ടോ? ഇല്ലേ? ടീച്ചർ ആരാ മുള്ളിക്കുന്നേ? തന്നെ മുള്ളുവോ? പിന്നെ ആരാന്ന് പറ. ഇതാ ആരാന്ന് പറ. അതാ അതാരുമല്ല. അത് സ്ഥലം കെട്ടണം. കെട്ടില്ല. ഇവിടെ തൊട്ട് കയറ്റിക്കൊണ്ട് പോകാനാണ് വലിയ വാടകയില്ല. അവിടെ ആണെങ്കിൽ 2 പേര് പോകണം. മഴ പെയ്യാത്തത് ഭാഗ്യം. മഴ പെയ്താൽ തീർന്നു. ഹായ് വെച്ചിട്ട് പോവാണ്. ഓ മടുത്തോ? ആദ്യമായിട്ടാണല്ലോ മടുക്കുന്ന. അവളെങ്ങനെയും പോട്ടെ, നിനക്കെന്നാ? ഓ ഇല്ല, കയറ്റം കയറുമ്പോൾ തന്നെയല്ല, ഇറക്കം ഇറങ്ങുമ്പോഴതിനെ.
എൻ്റെ ഓട്ടം അടുത്തേക്ക് നിൽക്കണം. വരുന്നില്ലേ? എന്നാ സ്ലോ മോഷനായേ? ജയമ വീട്ടിൽ പോകുക. നിന്റെ വീടെന്തിയേ? അവിടെ ഞാനിപ്പം വേണേ വലിയ തന്നിട്ട് തന്നെയായിരുന്നു. ആരോ കൊണ്ടുവന്നിട്ട് പോയി. അതൊക്കെ തെന്നും കേട്ടോടി. കുടിച്ചു നോക്കും. പിടിക്കാൻ സമ്മതിക്കില്ല അവിടെ. ഓട്ടോ അപ്പ പിടിക്കും. നിന്നെ കാത്താവും. ജയമ ഞാൻ വന്നു. നീ എന്നാടി ഫോൺ വിളിച്ചേ? പിന്നെ 10 മിനിറ്റ് മുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പോയി എന്നാൽ രാവിലെ തൊട്ട് അവിടെ നിൽക്കണം. മൂത്തേച്ചി ഒരു സംഭവം പറയത്തില്ല. സുന്ദരി യൂണിഫോം എടുക്കാക്കിയ നാളെ വരാനുണ്ടല്ലോ. ചുമ്മാ കൈ വീശി വരാ. ഗേറ്റ് അടച്ചിട്ട് പാടി. സാമൂല് വന്നില്ലല്ലേ? അമ്മ അറിഞ്ഞ അമ്മ അവനിന്ന് അവന് പനിയാ കണ്ടല്ലായിരുന്നു. അവളായിട്ട് ഞങ്ങൾ ഓടി എത്തുന്ന അവളുടെ പുറകെ. നിക്ക് ചെരുപ്പ് ഇവിടെ വരിക. ഞാൻ ഓടുവായിരുന്നു. എന്നിട്ട് അവളെ പിടിച്ച് നിന്നപ്പോ അപ്പൊ ചുമലായിട്ട് കൊച്ചിനെ പേടിക്കണോ? പിന്നെ ചുമലായിട്ട് ഇടുന്നൊക്കെ പറഞ്ഞ കൊച്ചിനെ പേടിപ്പിക്കുന്നു. അവള് പേടിക്കൊന്നുമില്ല. ഇന്ന് മറ്റേ ബസ്സിലെ മറ്റേ അമ്മനെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അറിയാം, അച്ഛനെ അങ്ങോട്ട് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചേ. എൻ്റെ അച്ഛനെന്നാണോ കൊച്ചിൻ്റെ അച്ഛനെന്നാണോ ഉദ്ദേശിച്ചേ? നിനക്കിത് ഭയങ്കര സംഭവമായിരിക്കും. ഞാനിതൊരു 25 വയസ്സുള്ളപ്പോ തൊട്ട് 22 വയസ്സ് അച്ഛനോ 38 വയസ്സിൽ നിങ്ങൾക്ക് കൂടി വന്ന ഒരു 38 വയസ്സ് കാണും. അത്രയല്ലേ ഉള്ളത്. എനിക്കന്ന് 22 വയസ്സാവുള്ളത്. അത് അന്ന് തൊട്ട് ഞാൻ കേൾക്കാൻ വേണ്ടി എനിക്കിത് മുക്തരിയുള്ള കേസല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ആന്റിന്ന് വിളിച്ചായിരുന്നു ഒരു പുള്ളി. നിന്നെ അതെന്താ ആന്റിന്ന് വിളിച്ചെന്നറിയോ? അല്ലല്ല അതിന്റെ വീഡിയോ ചെയ്യുമ്പോ അറിയാം ആ പുള്ളി എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. ചേട്ടായി കയറി എന്നാ വിളിച്ചേ? ചേട്ടാന്ന് എന്നെ കയറി. പക്ഷെ എന്നെ ആന്റി വിളിച്ചത് ഈ പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമോ താല്പര്യമോ? കാരണം എന്താ ആ പുള്ളിയുടെ മനസ്സത്ത കുഞ്ഞല്ലേ. അതല്ലേ കുറച്ച് മുമ്പ് നിങ്ങൾ അപ്പനും മോളും കൂടെ എന്നെ പറഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോ ഒരു ചെറിയ വിഷമമുണ്ടല്ലേ? അയ്യോ അയ്യോ പല്ല് പോയോ? ഈ
വർഷങ്ങളാണ് ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വാറി വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ അവിടെ ഒന്ന് അവിടുത്തെ വർത്തമാനം പറഞ്ഞ ടീം എന്നോട് പറയുക, ശരി അതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒന്ന് തർക്കിക്കാമെന്നല്ലേ, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അന്ന് തൊട്ടേ നമുക്കിത് വിഷയമുള്ള ഏതല്ല ഒന്നുമല്ലോ. ഇപ്പൊ നാരായണിയാണല്ലോ ഇപ്പൊ ഇവിടുത്തെ താരമായിട്ട് വന്നേക്കുന്നത്. നമുക്ക് അങ്ങോട്ടും തിരിയത്തില്ല ഇങ്ങോട്ടും തിരിയത്തില്ല. ഈ കൊച്ചിന്റെ ചെരുപ്പ് തന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നേ. ശാംഭവിക്ക് എന്തൊക്കെയോ ബാഗിനകത്തുണ്ടെന്ന് നാരായണി പറഞ്ഞ്. എന്നാക്കെ നോക്ക്. അതിനടി ഫോണ് എടുത്ത് ഇത് ഇടട്ടെ. ശാംഭവിയേ, ശാംഭവി ഇങ്ങോട്ട് നോക്കിക്കേ. നിനക്ക് ഈ സോപ്പൊക്കെ ആര് തന്നതാ? ഇങ്ങ വന്നേ. എടി ആ വടി ഇങ്ങെടുത്തടി. ദൈവമേ, ഇതേ ഡ്രസ്സ് എടുക്കുന്നു. പിന്നെ അതൊക്കെ തരാം. ചാച്ചാച്ചി വിളിക്കുന്നു, ചാച്ചാച്ചി വിളിക്കുന്നു. എടുക്ക്. എനിക്ക് ഇതാര് തന്നാ ഈ സോപ്പ്? ഹലോ, ആരാ? ചേച്ചിയാ. ശാംഭവി, ഞാൻ സ്കൂളിൽ പോയി. താമരയുടെ ആന്റിയെ വിളിച്ച്. ആ, അമ്മയ്ക്ക് കൊടുക്കാമേ. മമ്മി സംസാരിച്ചു. ആ കണ്ട, ഇത്ര സംസാരിക്കുള്ളൂ ചാച്ചാ. നാരായണി അല്ല ശാംഭവി, ഇത് ആരാടി ഇത് സോപ്പൊക്കെ തന്നേ? ഏതാന്റി? അയ്യോ, ബാത്റൂമിൽ വെച്ചോ? ഇപ്പൊ വെക്കണ്ട, ഇപ്പൊ വെക്കണ്ട. ഇതാര് എന്താ ഈ പറയുന്നല്ലേ കേൾക്കുന്നത്? ആര് തന്നെന്ന് പറ. ഏത് ആന്റി? ആന്റിയോ? പിന്നെ ആന്റിയുടെ പേരെന്നാ? എടി ആന്റിയുടെ പേരെന്നാ? എന്നാ നോക്കിക്കടി അതിനകത്ത് ആദ്യം. അവളൊന്നും പറയത്തൊന്നുമില്ല. പേസ്റ്റ്, സോപ്പ്, 2 ബ്രഷ് ആണല്ലേ? അയ്യോ, നീ വല്ലു തേക്കലെന്ന് ഉറക്കം തോന്നിയോ? ആണോ? ദേ ഹെന്ന സിസ്റ്റർ തന്നാണോ ഈ പേസ്റ്റ് ഒക്കെ? പിന്നെ ആന്റിയോ? എടാ, ഇത് ആര് തന്നാടാ ഈ പേസ്റ്റും ബ്രഷും ഒക്കെ? സ്കൂളിൽ നിന്ന് കിട്ടിയതാണോ? ഗിഫ്റ്റ് തന്നാണോ? എന്തിന്? കാർത്തികയ്ക്കോ? കല്ലിപ്പണ്ണ മോന് തന്നാണോ? തന്നതാരാ? സിസ്റ്ററോ? ഓ, ഹെന്ന സിസ്റ്റർ ആണോ ഈ ഗിഫ്റ്റ് തന്നേ? അല്ല, പിന്നെ കൂട്ടുകാരി. എന്റെ ദൈവമേ, ഇത് ഇവിടുന്ന ഞാൻ ഏൽപ്പിച്ചു. എന്തായാലും സിസ്റ്ററോടൊന്ന് ചോദിച്ചു നോക്കി. ഇത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു നോക്കാം അല്ലേ? ചോദിച്ചു നോക്കാം എന്തായാലും. 2 ബ്രഷ്, നല്ല 2 ബ്രഷ്, പേസ്റ്റ്, ഗോൾഗേറ്റിൻ്റെ പേസ്റ്റ്, ക്യൂട്ടിയുടെ സോപ്പ്. എന്തായാലും സിസ്റ്ററെ ഒന്ന് മെസ്സേജ് അയക്കാം. എന്നാ ഒന്ന് ചോദിക്കാമല്ലോ.